ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ സേലം എന്ന സ്ഥലത്തെത്തി. ട്രെയിൻ 4 മണിക്കൂർ ലേറ്റാണ്. ആഹാരം കഴിക്കാൻ സമയമായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാരങ്ങാച്ചോറ്, ലൈമൺ റൈസ് എന്ന് പറയും. ആ ലൈമൺ റൈസ് എങ്ങനെ ഇനി ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ട് തരാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്ന ആഹാരമാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് ലൈമൺ റൈസ്. ഇതൊരു 4 ദിവസം ഇരുന്നാലും ഒരു ശകലം പോലും അഴുക്കാവത്തില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് രസം കൂടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുവാണെങ്കിൽ ബെറ്ററായി. ഞങ്ങൾ രസവും കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് അയല ഫ്രഷായിട്ട് വറുത്തതും കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് അച്ചാറുണ്ട്, പിന്നെ തേങ്ങാ ചമ്മന്തിയുണ്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് അടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് കിട്ടുന്ന സുഖമൊന്ന് വേറെയാണ്. ഒരുപാട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷം വീണ്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ആ ചോറൊന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആഹാരം മേടിക്കുവാണെങ്കിൽ വാങ്ങുവാണെങ്കിൽ ഒരു 250 ഒക്കെ ആവും. എന്തിനാന്നണ്ടേ, ഇതൊരു 4 ദിവസം നമുക്കിങ്ങനെ കഴിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ആഹാരമൊക്കെ നല്ല ഫ്രഷായിട്ട് കഴിച്ചിട്ടുണ്ടോ. അതിലൂടെ രസം, ആ വീട്ടിലെ രസം കൂടെ ചേർത്ത് വണ്ടിയിലെഴുതി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. അതെ, ഇപ്പം നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും.